ഹലോ സുഹൃത്തുക്കളെ, വീട്ടിൽ തന്നെ ഇൻക്യുബേറ്റർ ഉപയോഗിച്ച് കുറച്ച് കോഴിമുട്ടകൾ വെച്ച് വിരിയിച്ചെടുക്കാൻ സാധിക്കുമോ എന്ന് പരീക്ഷിച്ചു നോക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ പരീക്ഷിച്ചു നോക്കുന്നത്. തെറ്റുകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ കമൻ്റായി നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. മുട്ട വെക്കുന്നത് മുതൽ അവ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നത് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഇൻക്യുബേറ്റർ ഉപയോഗിച്ച് കുഞ്ഞുങ്ങൾ വിരിയിക്കാൻ വെക്കുന്നത്. നിങ്ങൾക്കും ഇൻക്യുബേറ്ററിൽ വിരിയിക്കാനുണ്ടെങ്കിൽ വീഡിയോ ഉപകാരപ്പെടും. നമ്മൾ തെർമോകോൾ ഇൻക്യുബേറ്റർ ഓൺലൈനായാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇൻക്യുബേറ്ററിനകത്ത് 60 വാട്ട്സിൻ്റെ ബൾബും അതിനോടൊപ്പം മുട്ട വിരിയാൻ ആവശ്യമായ ഈർപ്പം കിട്ടാനായി ഒരു ചെറിയ പാത്രത്തിൽ വെള്ളവും വെച്ചിട്ടുണ്ട്. നമ്മൾ വെക്കുന്ന മുട്ടകളിൽ പെൻസിൽ ഉപയോഗിച്ച് തീയതി എഴുതിയിട്ടുണ്ട്. എണ്ണവും ദിവസവും കൃത്യമായി മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. ദിവസവും 2-3 തവണകളായി മുട്ടകൾ തിരിച്ചു വെച്ച് കൊടുക്കേണ്ടതുണ്ട്. കോഴിമുട്ടകൾ വിരിയാൻ സാധാരണയായി 21 ദിവസമാണ് എടുക്കുന്നത്. ആദ്യത്തെ 18 ദിവസം വരെ നമ്മൾ കൃത്യമായി മുട്ടകൾ തിരിച്ചു വെക്കണം. ഇൻക്യുബേറ്ററിലെ താപനില എപ്പോഴും 37.5 മുതൽ 37.8 ഡിഗ്രി വരെ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. 18 ദിവസത്തിന് ശേഷം മുട്ടകൾ തിരിക്കുന്നത് നിർത്താം. ഈ സമയത്ത് ലോക്ക്ഡൗൺ പീരീഡ് എന്ന് പറയുന്നു. കാരണം ഈ സമയത്ത് കുഞ്ഞുങ്ങൾ മുട്ടയ്ക്കുള്ളിൽ കൃത്യമായ പൊസിഷനിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ കാത്തിരുന്ന 21-ാം ദിവസം എത്തിയിരിക്കുകയാണ്. നോക്കൂ, നമ്മുടെ ഇൻക്യുബേറ്ററിലെ ആദ്യത്തെ മുട്ടയുടെ തോട് പൊട്ടിച്ച് ഒരു ചെറിയ കുഞ്ഞ് പുറത്തേക്ക് വരാൻ ശ്രമിക്കുകയാണ്. മുട്ടയ്ക്കുള്ളിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ ചെറിയ ശബ്ദം കേൾക്കാൻ തുടങ്ങുന്നത് തന്നെ സന്തോഷമാണ്. കുറച്ച് സമയത്തെ ശ്രമത്തിന് ശേഷം നമ്മുടെ ആദ്യത്തെ അതിഥി പൂർണ്ണമായി പുറത്തു വന്നിരിക്കുന്നു. കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയ ഉടനെ അവ നനഞ്ഞിരിക്കും. ഇൻക്യുബേറ്ററിനുള്ളിലെ ചൂടിൽ തന്നെ അവയുടെ രോമങ്ങളെല്ലാം നന്നായി ഉണങ്ങുന്നത് വരെ ഏകദേശം 12 മണിക്കൂർ മുതൽ 24 മണിക്കൂർ വരെ ഇൻക്യുബേറ്ററിൽ തന്നെ വെക്കണം. അതിനുശേഷം അവയെ ഇതുപോലെ ഒരു ബ്രൂഡിംഗ് ബോക്സിലേക്ക് മാറ്റാം. അവർക്ക് കുടിക്കാൻ ഗ്ലൂക്കോസ് വെള്ളമോ ORS വെള്ളമോ നൽകാം. കൂടാതെ ചെറിയ സ്റ്റാർട്ടർ തീറ്റയും നൽകി തുടങ്ങാം. ലൈറ്റിൻ്റെ ചൂട് ഇവർക്ക് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ വളരെ നിർബന്ധമാണ്. നമ്മൾ 30 മുട്ടകളാണ് വെച്ചിരിക്കുന്നത്. അതിൽ 6 കുഞ്ഞുങ്ങളെ നമുക്ക് വിരിഞ്ഞു കിട്ടി. 2 മുട്ടകൾ വിരിയാൻ വേണ്ടി ചെറിയ ഭാഗം കൊത്തിട്ടിരുന്നു. നിർഭാഗ്യവശാൽ അതിന് പുറത്തേക്ക് വരാൻ സാധിച്ചില്ല. 21 ദിവസത്തിന് ശേഷം പരിശോധിച്ചപ്പോൾ മുട്ടയുടെ അകത്ത് ചിലതിൽ കുഞ്ഞുങ്ങളുടെ ഭ്രൂണങ്ങളും കാണാൻ സാധിച്ചിരുന്നു. വിരിയാത്ത മുട്ടകൾ അവസാനം നമ്മൾ കളഞ്ഞു. കോഴിക്കുഞ്ഞ് വിരിയിച്ച് കിട്ടുമോ എന്ന് പരീക്ഷിച്ചു നോക്കി. പൂർണ്ണ റിസൾട്ട് കിട്ടിയില്ലെങ്കിലും കിട്ടിയ 6 കുഞ്ഞുങ്ങളിൽ വളരെ സന്തോഷമാണ്. അങ്ങനെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് 7-ാം ദിവസമാണ്. അവർക്ക് ആദ്യത്തെ പ്രതിരോധ മരുന്നായ ലെസോട്ടോ വാക്സിൻ എങ്ങനെയാണ് നൽകുന്നതെന്ന് നോക്കാം. ഇതാണ് റാണിക്കേത് രോഗത്തിനെതിരെയുള്ള ലെസോട്ടോ വാക്സിൻ. ഇത് എപ്പോഴും തണുപ്പിൽ തന്നെ സൂക്ഷിച്ചു വെക്കണം. ഇതിനോടൊപ്പം കിട്ടുന്ന ഡിസ്റ്റിൽഡ് വാട്ടർ ഒരു സിറിഞ്ച് ഉപയോഗിച്ചെടുത്ത് വാക്സിൻ പൗഡറുമായി നന്നായി മിക്സ് ചെയ്യണം. എന്നിട്ട് വാക്സിൻ കോഴിക്കുഞ്ഞിൻ്റെ ഓരോ കണ്ണിലും മൂക്കിലും ഓരോ തുള്ളി വീതം ഉറ്റിച്ചു നൽകാം. മരുന്ന് ഉള്ളിലേക്ക് പോയി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം കുഞ്ഞുങ്ങളെ താഴേക്ക് വിടുക. രാവിലെയോ വൈകുന്നേരമോ ഉള്ള തണുത്ത സമയത്ത് വേണം വാക്സിൻ നൽകാൻ. ബാക്കി വരുന്ന മരുന്ന് കളയണം, സൂക്ഷിച്ചു വെക്കാൻ പാടില്ല. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.